ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ആവേശകരമായ ഒരു വിജയം സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് കരുത്തരായ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കാണ് സ്പാനിഷ് കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം 2 ഗോളുകൾ നേടാൻ ലിവർപൂളിന് കഴിഞ്ഞു, പക്ഷേ അത്ലറ്റിക്കോ പിന്നീട് 2 ഗോളുകൾ തിരിച്ചടിച്ചു. എന്നാൽ മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരു ഗോൾ നേടിക്കൊണ്ട് ലിവർപൂൾ വിജയം സ്വന്തമാക്കുകയായിരുന്നു. അതായത് 4-ാമത്തെ മിനിറ്റിൽ റോബർട്ട്സണും 6-ാമത്തെ മിനിറ്റിൽ സലായും ലിവർപൂളിന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് മാർക്കോസ് യോറന്റെ ഇരട്ട ഗോളുകൾ നേടി. ഇതോടുകൂടി മത്സരം സമനിലയിൽ കലാശിക്കും എന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 92-ാമത്തെ മിനിറ്റിൽ വാൻ ഡൈക്കിന്റെ ഒരു ഹെഡർ ഗോൾ പിറക്കുകയായിരുന്നു. ഇതോടുകൂടി അത്ലറ്റിക്കോക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. വാൻ ഡൈക്കിന്റെ ഹെഡർ ഗോൾ പിറന്നതിന് പിന്നാലെ അത്ലറ്റിക്കോയുടെ പരിശീലകനായ ഡിയേഗോ സിമിയോണി ഒരു ആരാധകനുമായി കൊമ്പ് കോർത്തിരുന്നു. വലിയ ഒരു വാക്ക് തർക്കം തന്നെയാണ് അവിടെ നടന്നത്. അതേ തുടർന്ന് ഡിയേഗോ സിമിയോണിക്ക് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പുറത്തേക്ക് പോവേണ്ടി വന്നു. ഈ വിഷയത്തിൽ സിമിയോണി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മത്സരത്തിലുടനീളം ആരാധകരിൽ നിന്നും തനിക്ക് ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ഇൻസൾട്ടുകളും ലഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഡിയേഗോ സിമിയോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ ഉടനീളം അവർ എന്നെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു പരിശീലകനായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. അതൊരു നിസ്സഹായാവസ്ഥയാണ്. എതിരാളികളിൽ നിന്നും ഒരു ഗോൾ വഴങ്ങി നിൽക്കുന്ന സമയത്ത് വീണ്ടും അധിക്ഷേപങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. എന്നെ അധിക്ഷേപിച്ച ആരാധകരെ ലിവർപൂൾ തിരിച്ചറിയുകയും അവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് മത്സരശേഷം ഡിയേഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ അടുത്ത UCL മത്സരത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മികച്ച ഒരു പോരാട്ട വീര്യമാണ് ലിവർപൂളിനെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. പക്ഷെ അവസാന നിമിഷം അവർക്ക് പരാജയം രുചിക്കേണ്ടി വരികയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.